ഇപ്പൊ നടത്തിയിരിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. അതെല്ലാം UDF മന്ത്രിസഭ വരുമ്പോൾ അത് പുനഃപരിശോധിക്കും, അതെല്ലാം റദ്ദാക്കും. നിയമവിരുദ്ധമായിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളാണ്. PSCയിലെ റാങ്ക് ലിസ്റ്റിലെ ആളുകൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും പണി കൊടുക്കാതെ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും പോകുന്നില്ല. സംവരണ തത്വങ്ങൾ പോലും പാലിക്കാതെ ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റിന് പിൻവാതിൽ നിയമനത്തിന് ഒരു സംവരണ തത്വങ്ങളും ഇല്ലല്ലോ. തോന്നിയ പോലെ ചെയ്യാമല്ലോ, സ്വന്തക്കാരെ തിരികെ കയറ്റാമല്ലോ, തിരികെ കയറ്റിയിരിക്കുക. അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഈ സർക്കാരിന്റെ കാശെടുത്ത് നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. പ്രിയ പ്രേക്ഷകർക്ക് സതീശൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞതുപോലെ പണി വരുന്നുണ്ട് വിജയ, പണി വരുന്നുണ്ട് സഖാക്കളെ. പിൻവാതിൽ നിയമനക്കാരെല്ലാം കരുതിയിരുന്നോളും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഏതാണ്ട് 10,000-കണക്കിന് പിൻവാതിൽ നിയമനങ്ങളാണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. സഖാക്കളുടെ മച്ചമ്പിമാർക്കും ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വാരിക്കോരി പിൻവാതിൽ നിയമനം നടത്തുകയായിരുന്നു. PSC ഉദ്യോഗാർത്ഥികളിവിടെ മുട്ടിലെഴിഞ്ഞും ശയനപ്രദക്ഷിണം നടത്തിയും ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയുമൊക്കെ പ്രതിഷേധിച്ചിട്ടും ഇവിടെ ഫസ്റ്റ് റാങ്ക് മേടിച്ചവന് പോലും ഉദ്യോഗമില്ലാതെ തെരുവിൽ അലയുമ്പോൾ സ്വന്തക്കാരെ മുഴുവൻ ഇടിച്ചങ്ങ് പിൻവാതിൽ നിയമനത്തിലൂടെ അങ്ങ് കടത്തിവിട്ട് കോടികളാണ് സർക്കാരിൻ്റെ ആ വഴിയിലൂടെ തന്നെ വെട്ടിമാറ്റുന്നത്. അതുപോലെ തന്നെയാണ് PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം വരുന്ന PSC മെമ്പർമാരും ഒരു ചെയർമാനുമടക്കം മാസം 3.5 ലക്ഷം രൂപയോളമാണ് ഒരു PSC ചെയർമാൻ്റെ ശമ്പളം. അങ്ങനെ 20ഓളം പേർക്ക് ശമ്പളവും DAയും TAയും അടക്കമുള്ള സകലവിധ ആനുകൂല്യങ്ങളും, പെട്രോള് അടിക്കാനുള്ള പണവും കാറും സുഖസൗകര്യങ്ങളും നൽകി കുറേ വെള്ളാനകളെ തീറ്റിപ്പോറ്റുന്ന ഈ PSC ഒന്നഴിച്ചു പണിയുമ്പോൾ തന്നെ, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ സതീശന് കയ്യടി കിട്ടും എന്ന് മാത്രമല്ല, സതീശൻ സകല അഴിമതികളും പൊക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. നമുക്കറിയാം, ഇവിടെ ആശാവർക്കർമാർ 280 ദിവസം സമരം ചെയ്തിട്ട് തല മൊട്ടയടിച്ച് ഇവിടെ സമരം ചെയ്തിട്ട് അവരെ പരീക്ഷിച്ചുകൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടുമാണ് വീണ ജോർജ് മന്ത്രിയും ഈ പിണറായി വിജയനും ഇവിടെ അരങ്ങ് തകർത്ത് പോണത്. അവരെ പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അവർക്ക് ഓണറിയും കൂട്ടിക്കൊടുക്കാതെ 280 ദിവസം സമരം ചെയ്ത ആശാവർക്കർമാരുടെ പ്രതിഷേധം ഈ സമൂഹം മുഴുവൻ ഏറ്റെടുത്ത് പിണറായി വിരുദ്ധ തരംഗമായി ആഞ്ഞടിച്ച സംഭവം നമുക്കറിയാവുന്നതാണ്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോഴോ ഈ പഴയ സർക്കാരിനെതിരായ ജനവികാരം ഇനിയും ഈ സമൂഹത്തിൽ എന്നെന്നും ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ അഴിമതി വീരന്മാർ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇരുന്ന് വിലസിയ സകലവിധ അഴിമതി ഉദ്യോഗസ്ഥരെയും VD സതീശൻ തൂക്കിയെടുത്ത് അങ്ങ് ജയിലിലേക്ക് പറഞ്ഞു വിടാനുള്ള സാധ്യത 100% നമ്മുടെ KO എബ്രഹാമും അജിത് കുമാർ, DGP അജിത് കുമാർ, അതായത് തൃശ്ശൂർ പൂരം കലക്കിയത് മുതൽ തിരുവനന്തപുരത്ത് വീട് വയ്ക്കുന്ന, കോടാനുകോടി രൂപയുടെ വീട് വയ്ക്കുന്ന ഈ അജിത് കുമാറിനെ അടക്കം സകല അഴിമതിക്കാരെയും തൂത്തു പറക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ലോകത്തിന്നോളം ഒരു മനുഷ്യനും ഒരു ഗവൺമെൻറ്റിലും ഒരു ചീഫ് സെക്രട്ടറിമാരും ചെയ്യാത്ത വിധത്തിലുള്ള അഴിമതി മാത്രമല്ല അദ്ദേഹം നടത്തിക്കൂട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഈ വർഷം ജൂൺ മാസം 28-നോ 29-നോ റിട്ടയർഡ് ചെയ്യുന്നു. ആ റിട്ടയർഡ് ചെയ്യുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളുടെയും പേപ്പറുകൾ ശരിയാക്കി കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിപ്പോകാൻ. അതായത് 2.5 ലക്ഷം രൂപ ലാസ്റ്റ് ശമ്പളം മേടിക്കുന്നതിൻ്റെ പകുതി ചായ 1.25 ലക്ഷം രൂപ ശമ്പളവും 47 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിയും അതുപോലെ തുടങ്ങിയ സകലവിധ ആനുകൂല്യങ്ങളും കൂടെ എഴുതിയെടുത്ത് പേപ്പറും ശരിയാക്കി കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ 28-ാം തീയതി ഇറങ്ങിപ്പോകാൻ. ആ ജയലളിതനെയൊക്കെ ഈ VD സതീശനൊക്കെ പൂട്ടിവെക്കും. കാരണം നമുക്കറിയാവുന്നതാണ്, സകലവിധ IAS ഉദ്യോഗസ്ഥന്മാരും ഭരിക്കുന്ന സർക്കാരുകൾക്ക് വേണ്ടി പാദസേവ ചെയ്ത് കോടാനുകോടികൾ കട്ടുമുടിച്ചും
അഴിമതി നടത്തി കഴിഞ്ഞ 10 വർഷമായി വാരിക്കൂട്ടിയ സമ്പത്തുകളൊക്കെ ഒരു അന്വേഷണ വിധേയമാക്കുമ്പോൾ, വിജിലൻസ് അന്വേഷണം വിധേയമാക്കുമ്പോൾ, പ്രത്യേകിച്ച് വിജിലൻസ് വകുപ്പ് ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ സകല അഴിമതിക്കാരെ തൂക്കി അകത്തിടും. പിണറായി വിജയൻ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടി കേസും അതുപോലെ തന്നെ പിണറായി വിജയന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവാക്കിയ ഉദ്യോഗസ്ഥരെ പിടികൂടുമ്പോൾ, ഉദ്യോഗസ്ഥരെ ജയിലിലടയ്ക്കുമ്പോൾ, ഇവിടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ പിണറായി വിജയൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്കിതൊക്കെ നേരിൽ കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് വി.ഡി. സതീശൻ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിനെ നിലനിർത്തി ഇവിടെ BJPയെയും വർഗീയ ശക്തികളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.